ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വരുമാന വളർച്ചയും നേടി കേരളം. മാർച്ച് മാസത്തിൽ ട്രഷറിയിൽ നിന്ന് വിതരണം ചെയ്തത് 26,000 കോടിയോളം രൂപ. കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തിലെ ചെലവ് 22,000 കോടി രൂപയായിരുന്നു. വിവരങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, തല ഉയർത്തി നിൽക്കുകയാണ് കേരളമെന്ന് വേണമെങ്കിൽ പറയാം. പറയും മറ്റു വിവരങ്ങൾ. തീർച്ചയായും അതിന് ആ രീതിയിൽ തന്നെയാണ്. കാരണം വലിയ തോതിൽ കേരളത്തെ സമ്മർദ്ദത്തിലാക്കി മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമായിരുന്നു. കാരണം കേന്ദ്രം പലതരത്തിലാണ് സാമ്പത്തികപരമായി സംസ്ഥാനത്തെ ഞെരുക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ അവിടെയെല്ലാം ഈ സംസ്ഥാനത്തിൻ്റെ പ്രവർത്തന മികവ് ഏത് രീതിയിലായിരുന്നു എന്ന് തെളിയിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്നലെയോടുകൂടി തന്നെ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനമായിരുന്നു. ഇന്നിപ്പോൾ പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് 26,000 കോടിയോളം രൂപയാണ് ട്രഷറിയിൽ നിന്നും വിതരണം ചെയ്തിരിക്കുന്നത്. അത് മാർച്ച് മാസത്തിൽ മാത്രമാണ്. കഴിഞ്ഞ വർഷത്തെ മാർച്ച് മാസത്തിലെ കണക്ക് നോക്കുമ്പോൾ അത് 22,000 കോടി രൂപ എന്നുള്ളതാണ്. അതിൽ നിന്നും 26,000 കോടിയിലേക്ക് ഈ വർഷത്തെ മാർച്ചിലെത്തുമ്പോൾ ട്രഷറിയിൽ നിന്നുള്ള തുകയുടെ വിതരണം എത്തി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതിനൊപ്പം എടുത്തു പറയേണ്ടത് സംസ്ഥാനത്തിൻ്റെ എല്ലാ മേഖലയ്ക്കും കൃത്യമായ രീതിയിൽ തുക വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വരുമാന വർധനവ് കൂടി നേടിയിരിക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഓരോ മേഖലയ്ക്കും അത് എടുത്തു പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാ മേഖലയും എടുത്തു പറയേണ്ടി വരും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് എടുത്തു പറയാതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയ്ക്കും കൃത്യമായ രീതിയിൽ തുക നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും സുപ്രധാനമായി എടുത്തു പറയേണ്ടത്. മറ്റൊന്ന് ഈ നിരക്കുകൾ സംബന്ധിച്ചുള്ള കാര്യമാണ്. കാരണം നികുതി 2023-24 ഫെബ്രുവരി 29 വരെയുള്ള കണക്കാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. ഈ കണക്ക് പ്രകാരം നികുതി വരുമാനം 85,579 കോടി രൂപയാണ്. ഇത് മുൻ സാമ്പത്തിക വർഷത്തെ കാലയളവിൽ പരിശോധിക്കുമ്പോൾ 78,959 കോടി രൂപയായിരുന്നു. അവിടെ നിന്നാണ് ഈ രീതിയിൽ ഉള്ളൊരു വർധനവ്. അതും 6,620 കോടിയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. നികുതിയേതര വരുമാനത്തിലും വർധനവുണ്ടായിട്ടുണ്ട്. അത് 4,274 കോടി രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 2023-24 സാമ്പത്തിക വർഷത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ നികുതിയേതര വരുമാനത്തിലും വർധനവ് തന്നെയാണ്. 12,275 കോടി രൂപയാണ് നികുതിയേതര വരുമാനം എന്ന് പറയുന്നത്. മുൻ വർഷം ഇത് 801 കോടിയായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കേണ്ടത്. GSTയുടെ വരുമാനവും 11 മാസം കൊണ്ട് 2,263 കോടി രൂപയായി വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ കണക്കുകളിലൂടെ വ്യക്തമാകുന്നത്. ഈ രീതിയിൽ സംസ്ഥാനത്തിൻ്റെതായ മാർഗത്തിലൂടെ വരുമാന വർധനവിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നു. അത് കൃത്യമായ രീതിയിൽ ഫലപ്രദമാകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ അടക്കമുള്ള സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഒന്നും തന്നെ ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാകാതെ കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് എന്നതുകൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കേണ്ടത്. കാരണം നമുക്കറിയാം, സംസ്ഥാനത്തെ വലിയ തോതിൽ സാമ്പത്തികപരമായി ഞെരുക്കാനുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരുന്നത്. അതിൽ സംസ്ഥാനം നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും സംസ്ഥാനത്തിന് അനുകൂലമായ നടപടി സ്വീകരിക്കാൻ കേന്ദ്രം തയ്യാറായിരുന്നില്ല. തുടർന്നാണ് സുപ്രീം കോടതിയിലേക്കടക്കം സംസ്ഥാന സർക്കാർ പോകുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായത്. അവിടെ സുപ്രീം കോടതിയിൽ എത്തിയതിനു ശേഷം മാത്രമാണ് 13,000 കോടിയുടെ ഒരു ഗഡു അനുവദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുമതി സുപ്രീം കോടതിയിൽ നിന്ന് ലഭിക്കുന്നത് പോലും. പക്ഷേ അത് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായി ഇനി സംസ്ഥാനത്തിന് ലഭിക്കേണ്ടതുണ്ട്. ആ രീതിയിൽ കാര്യങ്ങൾ നിൽക്കുമ്പോഴാണ് സംസ്ഥാനത്തിൻ്റെതായ വരുമാന വർധനവിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ നോക്കി, നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ നോക്കി ആ രീതിയിലുള്ള നടപടികൾ കൃത്യമായ രീതിയിൽ ഫലപ്രാപ്തിയിലേക്ക് എത്തി എന്നുള്ളത് തന്നെയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ആതിര, ഷീജ പറഞ്ഞത് ഏറെ പ്രധാനമുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം കേന്ദ്രം ഏതൊക്കെ തരത്തിലാണ് സംസ്ഥാനത്തെ ഞെരുക്കുന്നത് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇന്നിപ്പോൾ സുപ്രീം കോടതിയുടെ ഇടക്കാല വിധി വരാനിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിൽ കേരളത്തിന് അനുകൂലം അർഹതപ്പെട്ടത് തരാതിരിക്കുക, അത്തരത്തിൽ സാമ്പത്തിക ഉപരോധം അടക്കം ഏർപ്പെടുത്തുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഉയർന്ന തരത്തിലുള്ള വരുമാന വളർച്ചയിലേക്ക് കേരളം എത്തുന്നത്. അത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം തന്നെയാണ്. ഷീജ, തീർച്ചയായും അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതിര, പ്രധാനമായും സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേടാണ് ഇതിനൊക്കെ കാരണം എന്ന തരത്തിൽ പ്രതിപക്ഷം നിരവധി ആരോപണങ്ങളുമായൊക്കെ മുന്നോട്ട് വന്നിരുന്നു. പക്ഷേ കൃത്യമായ രീതിയിൽ സർക്കാർ കണക്ക് പ്രതിപക്ഷത്തിൻ്റെയും ജനങ്ങളുടെയും മുന്നിൽ അവതരിപ്പിക്കുകയായിരുന്നു. ഏത് രീതിയിലാണ് കേന്ദ്രം സംസ്ഥാനത്തെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നുള്ളത്. അതിനൊപ്പം തന്നെ പക്ഷേ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയങ്ങളിലും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും സർക്കാർ മുതിരില്ല എന്നുള്ള കാര്യവും വ്യക്തമാക്കിയിരുന്നു.
അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സർക്കാർ ബദൽ മാർഗങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ പെൻഷൻ വിതരണം നമുക്കറിയാം. കഴിഞ്ഞ മാസം ഒരു ഗഡു പെൻഷന്റെ വിതരണം ആരംഭിച്ചിരുന്നു അവസാന രണ്ടാഴ്ചയ്ക്ക് മുൻപായി. ഇപ്പോൾ ഇന്നു മുതൽ ഇനിയിപ്പോൾ അടുത്ത 2 ഗഡു പെൻഷന്റെ വിതരണം അതിനു വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കൂടി സംസ്ഥാന സർക്കാർ കടക്കുകയാണ്. ഇന്നിനിപ്പോൾ ധനവകുപ്പ് തുക അനുവദിച്ചിട്ടുണ്ട്. ആ തുക ബാങ്കുകളിലേക്ക് എത്തി തുടങ്ങിയാൽ അത് കൃത്യമായ രീതിയിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് സംസ്ഥാന സർക്കാർ ഓരോ കാര്യങ്ങളിലും മുന്നോട്ട് പോകുന്നത്. അത് ക്ഷേമ പ്രവർത്തനങ്ങളിലാകട്ടെ വികസന പ്രവർത്തനങ്ങളിലാകട്ടെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ലാതെ മുന്നോട്ട് പോകുന്നു. പ്രത്യേകിച്ചും ക്ഷേമ പെൻഷനൊക്കെ സംസ്ഥാനത്ത് വലിയ തോതിൽ മുടങ്ങുന്നു എന്നുള്ളൊരു പ്രചരണമൊക്കെ പ്രതിപക്ഷം അഴിച്ചുവിട്ടിരുന്നു. പക്ഷേ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് കൃത്യമായിട്ടുള്ള കണക്കുകളാണ്. ആ കണക്കുകളിൽ നിന്ന് വ്യക്തമാണ് സംസ്ഥാനം ഏത് രീതിയിലാണ് പൊരുതി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും അതോടൊപ്പം തന്നെ അഭിമാനാർഹമായ നേട്ടം കൂടി കൈവരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതും. ആതിര. ഷിജ, അതോടൊപ്പം ഈ പ്രതിപക്ഷത്തിന്റെയും കേന്ദ്രത്തിന്റെയും കാര്യം കൂടി പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ചില വലതുപക്ഷ മാധ്യമങ്ങൾ ഏതു തരത്തിലാണ് ഈ ഒരു ട്രഷറിയുമായി സംബന്ധിച്ച വാർത്ത നൽകിയത് നമ്മൾ കണ്ടതാണ്. ട്രഷറിയിൽ പണമില്ലെന്നടക്കമുള്ള വാർത്തകളൊക്കെ തന്നെ സർക്കാരിനെ കരുവാരത്തേക്കുന്നതിന് വേണ്ടി നടത്തിയൊരു കാര്യമൊക്കെ നമ്മൾ കണ്ടു. ശരിക്കും ഇത് പ്രതിപക്ഷത്തിനും അതോടൊപ്പം തന്നെ കേന്ദ്രത്തിനുമുള്ള മോദി സർക്കാരിനുമുള്ള ഒരു മറുപടി കൂടിയാണ്. കാരണം കൃത്യമായി ശമ്പളം വിതരണം ചെയ്യുന്നു, പെൻഷൻ വിതരണം ചെയ്യുന്നു, അത്തരത്തിൽ കേരളം ഇത്തരത്തിലൊരു നേട്ടത്തിലേക്ക് എത്തുന്നു. തീർച്ചയായും സംസ്ഥാന സർക്കാരിന്റെ അഭിമാനാർഹമായ ഈ ഒരു നേട്ടം വലിയ തോതിൽ തന്നെ കേന്ദ്രത്തിനുള്ളൊരു തിരിച്ചടിയായി തന്നെ വേണം വിലയിരുത്താൻ. അതിനൊപ്പം തന്നെയാണ് പ്രതിപക്ഷത്തിനും ഇതൊരു തിരിച്ചടി തന്നെയാണ്. കാരണം പ്രതിപക്ഷം മുന്നോട്ട് വെച്ച കണക്കുകളല്ല വസ്തുത, സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വസ്തുത എന്നുള്ളത് കൂടിയാണ് ഈ ഒരു നേട്ടത്തിലൂടെ സംസ്ഥാന സർക്കാരിന് തെളിയിക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ചും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ മേഖലയിലും സംസ്ഥാനത്തെ സാമ്പത്തികപരമായി ഞെരുക്കുന്ന നടപടികൾ മാത്രം കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരുന്നത്. അതിപ്പോൾ ക്ഷേമ പെൻഷന്റെ വിതരണമടക്കം മുടക്കുന്നതിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ നടപടികൾ നീങ്ങിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സംസ്ഥാന സർക്കാരിൻ്റെതായിട്ടുള്ള ബദൽ മാർഗങ്ങളിലൂടെ മുന്നോട്ട് പോകുവാൻ വേണ്ടി തീരുമാനിച്ചതും അത്തരത്തിലുള്ള ബദൽ മാർഗങ്ങൾ വിജയം കണ്ടു എന്നുള്ളത് തന്നെയാണ് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. മറ്റൊന്ന് ട്രഷറിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. ട്രഷറിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലും ട്രഷറിയിൽ തുക നൽകാൻ പോലും പൈസയില്ല. പ്രത്യേകിച്ചും സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്ന ഒരു സാഹചര്യം എന്നൊക്കെ പറഞ്ഞ് നിരവധി വാർത്തകൾ നമ്മൾ കണ്ടതാണ്. അപ്പോഴും ധനമന്ത്രി കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞു സംസ്ഥാന സർക്കാരിന് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലും ശമ്പളത്തെയോ പെൻഷനെയോ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തില്ല. അത്തരത്തിലുള്ളൊരു ആശങ്ക ആർക്കും വേണ്ട എന്നുള്ള കാര്യം ധനമന്ത്രി KN ബാലഗോപാലും വ്യക്തമാക്കിയിരുന്നു. കാരണം ആ രീതിയിലുള്ളൊരു പ്ലാനിങ്ങുമായി തന്നെയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ രീതിയിൽ ഇപ്പോൾ ട്രഷറിയിലൂടെ വിതരണം ചെയ്ത തുക അത് 26,000 കോടിയോളം എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഈ ഒരു മാസത്തെ മാത്രം കണക്കാണത്. അത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ അത് 22,000 കോടി ആയിരുന്നു. അവിടെ നിന്നാണ് 26,000 കോടി രൂപയുടെ ഒരു വിതരണത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്. അപ്പോൾ ആ രീതിയിൽ സംസ്ഥാനത്തെ ട്രഷറി സ്തംഭിക്കുന്ന ഒരവസ്ഥയിലെ അല്ല, കൃത്യമായ രീതിയിൽ അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് ഇതിലൂടെ അടിവരയിടപ്പെടുന്നത്. ആതിര. ശരി ഷിജ, വ്യക്തമാണ്. അങ്ങനെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന വരുമാന വളർച്ച നേടി കേരളം തലയുയർത്തി നിൽക്കുകയാണ്. ഷീജയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.